ഹായ് ഗായ്സ്, നമ്മൾ ഡെയിലി വ്ളോഗിലേക്ക് കുറേ കാലമായി ഡെയിലി വ്ളോഗ് നമ്മൾ എന്തെങ്കിലും റിവ്യൂ റിയാക്ഷൻസ് ചെയ്തിട്ട് അപ്പോൾ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും നമ്മൾ ഖലീഫ എന്ന് പറയുന്നൊരു ഇപ്പോൾ കുറേ കാലമായി നമ്മൾ സിനിമ റിവ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിട്ട് റീസെൻ്റ്ലി ആണ് ഇപ്പോൾ മൂവീസ് കാണുന്നുള്ളൂ. എപ്പോഴും സിനിമ കാണുന്നില്ല. ആ ഒരു പാറ്റേണിൽ ജീവിക്കുന്നത് കൊണ്ട് ചില സമയത്ത് സിനിമകൾ കാണാൻ മറന്നു പോകുന്നു. അങ്ങനെയുള്ള ഒരു നിരവധി ഇഷ്യൂസ് നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബിഗ് ബോസും കാര്യങ്ങളെല്ലാം ആണല്ലോ, അതിൻ്റെ തിരക്കിൽ നമ്മൾ പല സംഭവങ്ങളും അതിൻ്റെതായ രീതിയിൽ എടുക്കുന്നു എന്നത് മാത്രം. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് പറയാനും നിങ്ങളോട് മാത്രമേ. ഞാനിപ്പോൾ വന്നത് പുതിയൊരു പടം ഖലീഫ, അതായത് പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിക്കുന്ന പുതിയ പടത്തിൻ്റെ ഒരു ടീസർ പ്രൊമോ നമുക്ക് കാണാം. ഞാനും ഒരു ഷോർട്ട് ഫിലിം ഇപ്പോൾ അഭിനയിച്ചതേ ഉള്ളൂ, നിങ്ങൾ കണ്ടു കാണും അധോമുഖം. അപ്പോൾ ഈ ഒരു സിനിമ ഒരു ദ ബെഡ് ലൈൻ എന്നാണ് ഈ സിനിമയ്ക്ക് മുമ്പ് ടൈറ്റിലിൽ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിനിമയുടെ പേര് ഖലീഫയാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ വൈശേഖാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ടീസർ ഒന്ന് കണ്ടിട്ട് തിരികെ വരാം. ജിനു എബ്രഹാം നല്ലൊരു ഫൈറ്റ് സീനൊക്കെ കാണുന്നു. വൈശാഖിന്റെ എന്നും കാണുന്ന പോലത്തെ ഒരു മൂവി ആയിരിക്കില്ല. മുരിമുരുകൻ ടച്ച് ഗോൾഡിക് എവരിവർ. ഇന്ദ്രത്തിന്റെ വേഷം വളരെ ചെറിയ മാനാണെങ്കിലും വലിയൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എന്തൊരു സംഭവം നമുക്കറിയില്ല. പുതിയ കാര്യമാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കാം. പിന്നെ മാമ്പറക്കൽ അഹമ്മദാലി, ആ പേര് പ്രൗഡോടെ പറയാൻ പറ്റും. പൃഥ്വിരാജിന്റെ ഒരു വൈബ് സെറ്റ് പൊളിച്ച് കൊക്കോ എന്നിട്ട് ആ പോസേമേൽ ഒരു അരമണിക്കൂർ അമ്മദാലിനെ പിടിച്ച് അകത്തിടാൻ ഓരെക്കൊണ്ടായിട്ടില്ല സാറേ. ആ അമ്മദാലിന്റെ കുട്ടിയാവാൻ പൃഥ്വിരാജ് അഭിനയിക്കുന്ന വേദത്തിന്റെ പേരാണ് ആമിർ അലി. പൃഥ്വിരാജ് സുകുമാരൻ, എഡിറ്റർ ജേക്സ് ബിജോയ്, മ്യൂസിക് ഡയറക്ടർ റൈറ്റേൺ ബൈ പ്രൊഡ്യൂസർ ആമിർ അലി. ഫൈറ്റിലൊരു കിണ്ണം ലെവലേ കിണ്ണം. ഒരു ബ്ലഡ് ലൈൻ തിളക്കും ഈ വൈശാഖിന്റെ ഫിലിമിൽ ഇതിനും അതിനപ്പുറം പ്രതീക്ഷിക്കാം. മോഹൻദാസ് ഒക്കെ ഇവിടെ കുറേ ആൾക്കാർ ഓണം റിലീസായിട്ട് 2026 ഇത് പ്രതീക്ഷിക്കാം. ഈ മൂവി കുറേ കഴിഞ്ഞിട്ടേ നമ്മുടെ മുന്നിൽ വരുന്നുള്ളൂ. അതിന് വളരെ കാലത്തിന് ശേഷമേ ഈ ഒരു സിനിമ നമ്മൾ കാണുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഡയറക്ടർ ചെയ്യുന്നത് വൈശാഖ്, ബാനറിൽ ജിനു അബ്രഹാം ഇന്നോവേഷൻ, പ്രൊഡ്യൂസർഡ് ബൈ ജിനു വി എബ്രഹാം തന്നെ. സൂരജ് കുമാറുണ്ട്. റൈറ്റർ ജിനു വി അബ്രഹാമാണ്. കോ പ്രൊഡ്യൂസർ സിജോ സെബാസ്റ്റ്യൻ,
ഡോ ജോമൻ ഡി ജോൺ ഐസക്. മ്യൂസിക് ജെയ്ക്സ് ബിജോയ്. എഡിറ്റർ ചാമൻ ചാക്കോ. പ്രൊഡക്ഷൻസ് ഡിസൈനർ മോഹൻദാസ്. ആക്ഷൻ കോറിയോഗ്രാഫി ഡയറക്ടർ യാനിക് ബീൻ. കോ ഡയറക്ടർ സുരേഷ് ദിവാകർ. കസ്റ്റംസ് മഷ്ഹർ ഹംസ. ആർട്ട് ഡയറക്ഷൻ വിശ്വനാഥ് അരവിന്ദ്. മേക്ക് ഓഫ് അമൽ ചന്ദ്രൻ. സൗണ്ട് ഡിസൈൻ സൈന സിനിമ. അഡീഷണൽ മ്യൂസിക് ജാബിർ സുലൈം. ഫൈനൽ മിക്സ് MR രാജശേഖരൻ. പ്രൊഡക്ഷൻ കൺട്രോൾ റെനി ദിവാകരി. വിനോഷ് കമൽ. കളറിസ്റ്റിക് വാര്യർ. പോസ്റ്റർ ഡിസൈൻ അസ്തറ്റിക് കുഞ്ചമമ്മ. കളർ ഓഫ് പ്ലാന്റ്. VFX ഉണ്ട് പ്രാസ് നായർ. 3Ds സ്റ്റിൽ സിനാറ്റ് എക്സ്വേർ. അപ്പോൾ ഇതിൽ നിരവധി കാര്യങ്ങൾ അങ്ങനെ കുറേ ഇതിൽ ഇന്ദ്രൻസിൻ്റെയും പൃഥ്വിരാജിൻ്റെയും മാത്രം കാസ്റ്റിംഗ് ആണ് നമ്മൾ കണ്ടത്. പിന്നെ ചില കമാൻഡേഴ്സിൻ്റെ കണ്ടു, വൈറ്റ് കമാൻഡേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ സിനിമ ഒരു മൂന്ന് വർഷത്തിന് മുകളിലായി ഈ ഒരു സിനിമ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട് പൃഥ്വിരാജിൻ്റെ. അപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നത് അടുത്ത വർഷമായിരിക്കും. ഇതിപ്പോൾ ഒരു പ്രൊമോ ടീസറാണ്. ഈ പടം വരുന്നുണ്ട് എന്നറിയിക്കാനുള്ള ത്രില്ലിംഗ് മൊമെൻറ്റിലായി നമ്മളെ കാഴ്ചവെച്ച ഒരു ബ്ലഡ് ലൈൻ മൂവി എന്ന് തന്നെ പറയാം. ഒരു ബ്ലഡ് ലൈൻ തെറിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. അത്രയ്ക്ക് ഫൈറ്റുണ്ട്, അത്രയ്ക്ക് ഒരു വലിയ ഇംഗ്ലീഷ് പടം കണ്ടിറങ്ങിയ മാതിരിയുള്ള ടച്ചുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അമീർ അലിയുടെ സിനിമയാണ്. അമീർ അലി എന്ന് പറയുന്ന ഒരു പേരിലൂടെ അറിയപ്പെടുന്ന സിനിമയായിരിക്കുമെന്നത് മനസ്സിലായി. ഇതൊരു മുസ്ലിം പാറ്റേണിലൊരു സിനിമയാണ്. ഒരു മുസ്ലിങ്ങൾക്ക് കണ്ടിരുന്ന് റിവ്യൂ പറയാൻ പറ്റുന്ന സിനിമയാണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഗുണങ്ങൾ എല്ലാ മേക്ക് ബിലീഫും ഇതിൽ കിട്ടും. എല്ലാ മതക്കാർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഇതിന് പല റീസൺസ് ഇല്ല, എല്ലാം സിനിമ എന്നതാണ്. സിനിമയ്ക്കൊരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോരാൻ ഈ സിനിമയ്ക്ക് സാധിക്കും. വൈശാഖെന്ന ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് നമുക്കിതിൽ കാണിക്കാൻ പറ്റും. ഈ ഒരു സിനിമ കാത്തിരിക്കുന്ന രാവണപ്രഭു ഇറങ്ങിയ റിലീസിൻ്റെ ഒരു കൊല തന്നെയായിരുന്നു. അതിനേക്കാളും അധിക്ഷേപിക്കുന്നു. ഒരു മോഹൻലാൽ സിനിമ എത്ര വളർത്തിയോ അതിനേക്കാട്ടും വളർത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മോഹൻലാൽ സിനിമയൊക്കെ റിലീസ് ചെയ്ത് ഹിറ്റടിക്കുന്ന ഈ ഒരു സമയം രാവണപ്രഭു ഞാൻ കണ്ടിട്ടില്ല, കാണുമായിരിക്കും. പക്ഷേ ഞാൻ അന്ന് തന്നെ ഒരു HTC രാവണപ്രഭു കണ്ടിരുന്നു. പക്ഷെ അതിൻ്റെ റിവ്യൂ ഒന്നും ഞാൻ ഇടാൻ എനിക്ക് സമയം കിട്ടി. രാവണപ്രഭുവിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ കണ്ടു. എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് രാവണപ്രഭുവിന് പറയുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സ്ഥിരമായി കാണുന്ന ഒരു മൂവി ആയതുകൊണ്ട് എന്നും കാണുമ്പോൾ ബോറടിക്കണ്ട എന്ന് കരുതി ഞാൻ ചിലപ്പോൾ കണ്ടാൽ ഒരഭിപ്രായം പറയും. തിയേറ്ററിൽ പോയി കാണണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ലാലേട്ടൻ്റെ പടം എന്ന് കണ്ടാലും അതൊരു മാസാണ്. അത് ഹിറ്റടിക്കാനുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന സിനിമകളുമാണ്. അപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ്റെ സിനിമകൾ അങ്ങനെ കുറച്ചേ ഉള്ളൂ. ഹിറ്റടിക്കേണ്ടതും മാസാക്കേണ്ടയും റിലീസ് ചെയ്യേണ്ട സിനിമകളിൽപ്പെട്ട സിനിമകളേ അല്ല. അപ്പോൾ പുതിയ വരുന്നതൊക്കെ അങ്ങനെ ഒരു സിനിമയിലേക്ക് മാറട്ടെ. അങ്ങനെയുള്ളൊരു സിനിമ ബാക്ക് ബോൺ ഉണ്ടാക്കുന്ന സിനിമകളായി പൃഥ്വിരാജ് സിനിമ മാറട്ടെ എന്നത് നമുക്കാകണം. സുകുമാരൻ സാറിൻ്റെ മകനാണ് പൃഥ്വിരാജ്. അപ്പോൾ അതിൻ്റെ ടാലൻറ്റ് വർക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റണം. 2 നടന്മാർക്കും, അതായത് 2 മക്കളാണ് സുകുമാരനുള്ളത്. അപ്പോൾ 2 പേരുടെയും സിനിമകൾ വളരണം. അവർ അവിടെ മൂലക്ക് ഇരുന്നാൽ പോരാ. അവരുടെ സ്ട്രെങ്ത്ത്, ഒരു നടൻ എന്ന സ്ട്രെങ്ത്ത്, നമ്മളൊക്കെ ഒരു ചെറിയൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മളൊരു അഭിനയിക്കാൻ പോയത് കൊണ്ട് പറയുകയാണ്. അഭിനയം ഈസ് എ വൈബ് നമുക്ക് സെറ്റ് ചെയ്തിരുന്ന ഒരു നിമിഷമാണ്. ആ ഡയറക്ഷനൊക്കെ കണ്ടു വളർന്ന ഒരു നൊസ്റ്റാളജിയാണ്. അഭിനയത്തിൻ്റെയും അഭിനയ പ്രൊഫഷനും നമുക്ക് കാണുമ്പോൾ നമുക്ക് നൊസ്റ്റാളജി ഫീൽ ചെയ്യുന്നു. അതൊരു സ്ക്രീനിൽ കാണുമ്പോഴാണ് സിനിമ.
നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് നമ്മൾ എങ്ങനെ നമ്മുടെ മനസ്സിൽ എടുക്കുമെന്ന് നമുക്കറിയാൻ കഴിയില്ല. അത് സ്ക്രീനിൽ തന്നെ ഞാൻ കണ്ടു, എൻ്റെ സിനിമ തന്നെ. അപ്പോൾ അതിൻ്റെതായ വിത്ത് അതിലിട്ടിട്ടുണ്ടാവും വൈശാഖ്. അത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ഡയറക്ടർ സുനിൽ എന്നാണ്, സുനിൽ സാറിൻ്റെ വിത്ത് അതിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വൈശാഖിൻ്റെ ഒരു വിത്ത് ആ ഖലീഫ എന്ന് പറയുന്ന സിനിമയിലുണ്ട് എന്നത് വ്യക്തമായി ഞാൻ പറയണം. അപ്പോൾ നമുക്ക് സിനിമ ഇനി വരുന്ന അനുസരിച്ച് പ്രമോഷൻ കാണിച്ച് നമുക്ക് സിനിമയെ വരവേൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫോർ